200 കോടി ക്ലബിൽ ഇടം പിടിച്ചതിന് ശേഷം ഇൻഡസ്ട്രി ഹിറ്റാകുമെന്ന് കരുതിയ ദൃശ്യം 3ക്ക് ബോക്സ് ഓഫീസിൽ ചെറിയ രീതിയിൽ തിരിച്ചടി നേരിടുകയാണ്. കളക്ഷനിൽ 45% ഇടിവാണ് ചിത്രത്തിന് നേരിട്ടതെന്ന് ട്രാക്കർമാർ അഭിപ്രായപ്പെടുന്നു. വൻ ഹൈപ്പിലെത്തിയ കാട്ടാളനും പ്രതീക്ഷിക്കാത്ത ഉയരാത്ത ദൃശ്യം 3ക്ക് ഗുണകരമാകുമെന്ന് പലരും കരുതിയിരുന്നു. ഫ്രീ റണ്ണും അതിലൂടെ ഗംഭീര കളക്ഷനും പ്രതീക്ഷിച്ചിരുന്ന ദൃശ്യം 3ക്ക് ഇപ്പോൾ മറ്റൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. തമിഴ് ചിത്രമായ ബ്ലാസ്റ്റ് ഗംഭീര റിപ്പോർട്ടുകളുമായി മുന്നേറുന്നു എന്നതാണ് പുതിയ വാർത്ത. വെറും 72 സ്ക്രീനിൽ നിന്ന് റിലീസ് ചെയ്ത ചിത്രം രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ 100-ലേറെ സ്ക്രീനിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. അർജുനെ നായകനാക്കി നവാഗതനായ സുഭാഷ് കെ രാജ് സംവിധാനം ചെയ്ത ചിത്രം സർപ്രൈസ് ഹിറ്റിലേക്കാണ് കുതിക്കുന്നത്. കേരളത്തിൽ വലിയ ഹൈപ്പും പ്രൊമോഷനും ഇല്ലാതെ പുറത്തിറങ്ങിയ ചിത്രം വേൾഡ് ഓഫ് മൗത്തിലൂടെയാണ് സ്ക്രീനിലും ഷോളുകൾ കൂട്ടിയത്. കാട്ടാളൻ്റെ സ്ക്രീനുകൾ പലതും ബ്ലാസ്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. കാട്ടാനിലും മിസ്സായ സംതൃപ്തി ബ്ലാസ്റ്റിലൂടെ ലഭിച്ചു എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ആദ്യാവസാനം ആക്ഷൻ രംഗങ്ങളുണ്ടെങ്കിലും ഒന്നുപോലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയ ചിത്രമായിരുന്നു കാട്ടാളനെങ്കിൽ ബ്ലാസ്റ്റ് ആക്ഷൻ ത്രില്ലർ എന്ന ടാഗിനോട് ആദ്യാവസാനം നീതി പുലർത്തിയിട്ടുണ്ട്. ഓരോ ആക്ഷൻ സീനുകളും തിയേറ്ററുകളെ ഇറക്കി മറിക്കുന്നുണ്ട്. രാജാറാം എന്ന കരാട്ട മാസ്റ്ററുടെ കുടുംബം ഒരു പ്രത്യേക ഘട്ടത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ബ്ലാസ്റ്റിൻ്റെ കഥ. അർജുന് പുറമെ അഭിരാമിയും പ്രീതി മുകുന്ദൻ, വിവേക് പ്രസന്ന, ജോൺ കൊക്കൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. കാട്ടാളനിൽ കാതടിപ്പിക്കുന്ന ബിജിഎം ഒരുക്കിയിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയ രവി ബസൂറാണ് ബ്ലാസ്റ്റിൻ്റെയും സംഗീതം. കാട്ടാളനിൽ കിട്ടാതെ പോയ ഇമ്പാക്റ്റ് രവി ബ്ലാസ്റ്റിൽ സൃഷ്ടിക്കാൻ സാധിച്ചു. ഈ അടുത്ത് വന്നതിൽ ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രമെന്ന ടാഗ്ലൈൻ ബ്ലാസ്റ്റിൻ്റെ അർജുൻ്റെ ഗംഭീര തിരിച്ചുവരവ് കൂടിയാണ്.